എനിക്ക് വിജയിച്ചേ പറ്റൂ. അപ്പൊ അതോടെ ചിലപ്പോ ചില ബന്ധങ്ങൾ അങ്ങനെ പോണെങ്കിൽ പോട്ടെന്ന് വിചാരിക്കും. എന്നെ ഒറ്റ കൊടുത്തണ്ടല്ല, അവളുടെ പണി ഞാൻ തന്നോളാം. അവള് ശരിയല്ല, അവളെ വിശ്വസിക്കാൻ പാടില്ല. ഞാൻ എൻ്റെ കാര്യമല്ലേ ശരിയല്ലേ പറയുന്നേ. ചിലപ്പോൾ അവർ അഭിനയിച്ച് നിൽക്കും, വീണ്ടും അവളുടെ കൂടെ നിന്നേ പറ്റുള്ളൂ. അത് ഏതൊരു മനുഷ്യ സ്ത്രീ ആണെങ്കിലും കരഞ്ഞു പോകും. നമുക്ക് ഒരാളുടെ ഒരു ചില ആൾക്കാർ ചിലപ്പോൾ റിയാക്ട് ചെയ്യാൻ എങ്ങനെയെന്ന് അറിയില്ല, പക്ഷെ ഞാൻ കരയും. ഒരു ദിവസം 4-5 സീരിയൽസ് ചെയ്തിട്ടുണ്ട് ഞാൻ, അറിയോ. ഒരു ലൊക്കേഷനിൽ ഞാൻ കള്ളം പറയും വയറുവേദനയാണ്, അപ്പുറത്തെ ലൊക്കേഷനിൽ പോകും അവിടെ പറയും കൊറോണയാണ്, അപ്പുറത്തെ ലൊക്കേഷനിൽ പോകും. നമ്മുടെ അച്ഛനും അമ്മയ്ക്കും നമ്മളെ കാശ് കൊടുത്ത് വാങ്ങിച്ചു കൊടുക്കുന്നതാണ് നമ്മൾ. ഞങ്ങളെ വളർത്തിയതും ഞങ്ങളെ കഷ്ടപ്പെട്ടതും എൻ്റെ അച്ഛൻ കുഞ്ഞിലേ കണ്ടു വളർന്നതാണ്. അത് ആ ഒരു വിചാരം കൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത്. അറേഞ്ച്ഡ് മാരേജ് ആണോ അതോ ലവ് മാരേജ് ആണോ? എന്തായിരിക്കും? ഇപ്പൊ അങ്ങനെ ഒന്നുമില്ല ചേച്ചി. അങ്ങനെ നല്ലൊരു മനുഷ്യനായിരിക്കണം. ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷനിൽ ഇഷ്ടമാണെന്ന് പോലും പറയാൻ പേടിയ ചേച്ചി. എന്നിട്ട് ആരും ഈ പ്രേക്ഷകരാണ് ഇത്രയും കാശുണ്ടാക്കാൻ കാരണം. അല്ല ഞാൻ ചുമ്മാ എല്ലാവരും പറയുന്നുണ്ട് സ്വന്തമായിട്ട് വഴിവെട്ടി വന്നവളാണ് ഞാൻ, വഴിവെട്ടി വന്നവനാണ് ഞാൻ എന്നൊക്കെ. അതൊക്കെ വെറുതെയാ. വഴിവെട്ടി തന്നത് കൊണ്ടാണ് നമ്മൾ പോയത്. അല്ലാതെ ചുമ്മാ ഇപ്പൊ ഇത്രയും ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ ചോദിച്ചു ആരെ വിളിച്ചെന്ന്, ശങ്കർലാൽ അതാരാ, അത് പരസ്പരം സീരിയലില് വിവേകോപന് സൗണ്ട് എടുക്കുന്ന ആളാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വണ്ടി ഒഴുകൊണ്ട് പെട്ടെന്ന് അയ്യോ ശങ്കർലാൽ. എന്റെ ചേച്ചി വലിയ മക്കളെ പഠിപ്പിക്കുക, 10 പേരെ, ഞാൻ 5 പിള്ളേരെയും പഠിപ്പിക്കും. അപ്പൊ ഈ 50-100 കിട്ടുമ്പോൾ എനിക്കിത് മാസത്തില് ഈ ഒരു 500 രൂപ കിട്ടുമ്പോൾ എനിക്ക് നടിയാവുന്നുണ്ട്, എനിക്ക് സിനിമ നടിയാവും എന്നൊക്കെ. ഒന്നും മിണ്ടാതിരിക്കും, ചുമ്മാ ചിരിപ്പിക്കില്ല കേട്ടോ, നീ വേറെ എന്തെങ്കിലും പറഞ്ഞ്. പൊതുവെ അനുക്കുട്ടിക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ളത് ഇപ്പം കുറച്ച് ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് അധികം ആരും ഇല്ല എന്ന് പറഞ്ഞു. ഇല്ല പറഞ്ഞല്ലോ, അങ്ങനെ പറയുന്ന കയ്യിലെണ്ണാനായിട്ട് അങ്ങനെ അറിയില്ല. പക്ഷെ ഇപ്പൊ കുറച്ച് നാളായിട്ട് എനിക്ക് ഇപ്പൊ 1-2 ഫ്രണ്ട്സ് ഒക്കെ നല്ല ഫ്രണ്ട്സ് ഉണ്ട്. ഫ്രണ്ട്സ് എന്ന് പറയാൻ പറ്റില്ല, എന്റെ ഒരു സഹോദരിയെ പോലെയൊക്കെ തന്നെയാണ്. വീട്ടിലെത്താനും മെമ്പറിനെ പോലെ തന്നെ. അപ്പൊ നമുക്ക് മനസ്സുകൊണ്ട് വളരെ അടുപ്പം തോന്നുന്ന പോലത്തെ ഒരു റിലേഷൻഷിപ്പ് അല്ലെ. അപ്പൊ അവരെന്ന് പറയണത് ഈ ഒരു എന്താ പറയാ, അപ്പൊ ഈ ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം അടുത്തിടെ കിട്ടിയ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും. എനിക്ക് മുന്നേ പരിചയം ഉണ്ടായിരുന്നു, ഒരു 2 പേരും വർഷങ്ങളായിട്ട് പരിചയമുണ്ട്. പക്ഷെ ഇപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂ വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ വിഷമിച്ചിരിക്കുന്ന സമയത്തൊക്കെ ദൈവം നമ്മളെ സമാധാനപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവരുന്നൊക്കെ പറയില്ലേ, അങ്ങനെ കൊണ്ടുവന്ന് കൂടുതൽ സംസാരിച്ച് മിങ്കിൾ ചെയ്ത് അങ്ങനെ ആയതാ ഫ്രണ്ട്ഷിപ്പ്. ഇപ്പൊ തിക് ഫ്രണ്ട്സ് ആയി. ഇപ്പൊ എന്നെ കാണാതിരിക്കാൻ പറ്റത്തില്ല. എപ്പോഴും രാവിലെ ഞാൻ എണീക്കുന്നതേ ഷൂട്ടിലെ സമയങ്ങളിലൊക്കെ 10 മണിക്കൊക്കെ എണീക്കുന്നത്, ചിലപ്പോ 9 മണിക്ക് എണീക്കും, അങ്ങനെയൊക്കെയാ. പക്ഷെ എല്ലാ ദിവസവും രാവിലെ ഒരു 6:30 പുള്ളിക്കാരി എണീക്കുമ്പോൾ 7:30 മോനെ സ്കൂളിൽ വിട്ടിട്ടായിരിക്കും എന്നെ വിളിക്കുന്നത്. കറക്റ്റ് 7:30 ആകുമ്പോൾ എനിക്ക് വീഡിയോ കോള്. ഞാൻ എപ്പോഴും രാത്രി കിടക്കുമ്പോൾ ഞാൻ നെറ്റ് ഓഫ് ചെയ്തിട്ടാണ് ഉറങ്ങുന്നത്. പക്ഷെ പുള്ളിക്കാരി വിളിക്കുമെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയോ, നെറ്റ് ഓൺ ആക്കിയിട്ട് വിളിക്കും. ഞാൻ എടുക്കും. പക്ഷെ അമ്മ അച്ഛനും വിളിക്കുമ്പോഴൊക്കെ അമ്മ ഞാൻ ഉറങ്ങണം, എന്നെ വിളിക്കല്ലേ, ഞാൻ ഒന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് പറയും. പക്ഷെ ചേച്ചി വിളിക്കുമ്പോൾ എനിക്ക് രാവിലെ ഒരു പോസിറ്റീവ് എനർജി തരും. എന്താ എണീറ്റില്ലേ, എന്ത് ചെയ്യുന്നു, ചേച്ചി ഉറങ്ങുന്നു. പിന്നെ ഞാൻ എണീക്കും, പിന്നെ എനിക്ക് അവിടെ പിന്നെ ഉറങ്ങണമെന്ന് തോന്നത്തില്ല. ഇപ്പം അനു ഇതുപോലെ എന്താ പറയാ, ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഇപ്പൊ അനു ഒരു ഗ്രൂപ്പിൽ വന്നിരുന്നു കഴിഞ്ഞപ്പോ അനുവിന്റെ തന്നെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് എല്ലാം പരിചയമുള്ള ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ് എന്ന് വെച്ചോ. അപ്പൊ അവര് എന്തെങ്കിലും നിങ്ങളുടെ ഒരു കാര്യം അവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻ എന്തെങ്കിലും വരികയാണെങ്കിൽ അനുവിന് ഒരു രീതിയിലും അനുവിന് വിചാരിക്കുന്ന പോലെയല്ല അവര് നിൽക്കുന്നതെന്ന് വെച്ചോ. അവരതിന് വേറെ ഇതായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അനുവിന് ഇഷ്ടപ്പെട്ട ആൾക്കാരാണെങ്കിൽ അനുവിന്റെ ആ ഒരു സംഭവം അനു മാറ്റി വെച്ചിട്ട് അവരുടെ കൂടെ ഞാൻ എന്റെ അഭിപ്രായം പറയുള്ളൂ അവിടെ. അപ്പൊ ചിലപ്പോ അവിടെ ഒരു വാക്കുതർക്കം ഉണ്ടായാലും ഞാൻ തർക്കിക്കും കിടന്ന്. ആണോ? എന്നിട്ട് നമ്മൾ അടിയാവും. അപ്പൊ അതിന് ഇഷ്ടമുള്ള ആൾക്കാരാണല്ലോ അതോടെ ചിലപ്പം തർക്കിക്കും. അപ്പൊ അതോടെ ചിലപ്പോ ചില ബന്ധങ്ങൾ അങ്ങനെ പോണെങ്കിൽ പോട്ടെന്ന് വിചാരിക്കും. അതെന്തുവാ, അത് അങ്ങനെയാണ്, ഇല്ല വിട്ടുകൊടുക്കത്തില്ല, ഇതെനിക്ക് അറിയുന്ന കാര്യം. ചിലപ്പോ ഞാൻ പറയുന്ന കാര്യം ചിലപ്പോ സത്യമാണോന്നില്ല, പക്ഷെ അവര് പറയുന്ന കാര്യം സത്യമാണ്, രണ്ടും സത്യമായിരിക്കില്ല. പക്ഷെ എനിക്കറിയാവുന്ന കാര്യവും അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ള റൈറ്റ്സും ആയിരിക്കും ഞാൻ അവിടെ പറയുക. അല്ലെങ്കിൽ മറ്റാളെ ഒന്ന് പൊക്കാൻ വേണ്ടി അയാളുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് അയാളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കത്തില്ല. ഞാൻ എന്റെ അഭിപ്രായം മാത്രമേ പറയുള്ളൂ. അതെപ്പോഴാണെങ്കിലും അടി ഉണ്ടാക്കും ഞാൻ. ചില തമാശയ്ക്ക് അടി ഉണ്ടാക്കുന്നത്. ഞാൻ എവിടെ പോയാലും പിണക്കാൻ ഭയങ്കരമായിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കാൻ പോകത്തില്ല. ചിലപ്പോൾ പോവാൻ നേരത്തോ നീ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, ഞാൻ പിന്നെ ഉള്ളതല്ലേ പറഞ്ഞത്, എന്നാലും വിട്ടു കൊടുക്കത്തില്ല. ഞാൻ ഉള്ളതല്ലേ പറഞ്ഞു, ശരിക്കും കൂടി അതെങ്ങനെയാണ്, അല്ല അതങ്ങനെയല്ല,
എടി അങ്ങനെയാണ്, വേണ്ട നമ്മളിത് ഇവിടെ വെച്ച് നിർത്തി, അങ്ങനെ പറഞ്ഞ് നിർത്തും. അപ്പൊ എന്തെന്നൊക്കെ പറഞ്ഞാലും അവിടെ ഇഷ്ടം അങ്ങനെ പോകുന്ന ഇഷ്ടമാണെങ്കിൽ പോയിക്കോട്ടെ. പക്ഷെ അനുവിന്റെ ശരിയെന്ന് തോന്നുന്നത് ഇപ്പൊ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ നമ്മളത് ആ ഒരു തമാശക്കേ വിടുള്ളൂ. ഭയങ്കര വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ അങ്ങനെയല്ല, ഇത് എനിക്കറിയാം ആ സത്യമാണെങ്കിൽ മാത്രം ഞാൻ പറയും അതങ്ങനെ അല്ല, എനിക്കറിയാം, ഞാൻ കണ്ടതാണ്, എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണെങ്കിൽ മാത്രമേ ഞാൻ പറയുള്ളൂ അത് സത്യമാണെന്നുള്ളത്. കണ്ണിൽ കണ്ടില്ലെങ്കിൽ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല. ആണോ? എന്റെ കണ്ണിൽ കണ്ടിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഞാനത് സത്യം അറിഞ്ഞിട്ട് അല്ലെങ്കിൽ ആ വ്യക്തി എൻ്റെ അടുത്ത് പറഞ്ഞ് തെറ്റ് ചെയ്ത ആള് എൻ്റെ അടുത്ത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അയാളെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത്, അയാൾ തെറ്റ് ചെയ്താലും ശരി ചെയ്താലും ഞാൻ അയാളുടെ കൂടെ നിന്നിട്ട് പറയേണ്ട കാര്യങ്ങൾ പറയും മുഖത്ത് നോക്കിയിട്ട്. അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും വേണ്ടി നമ്മൾ സംസാരിക്കുമ്പോൾ പിന്നീട് അവര് നമ്മൾ ചെയ്തത് തെറ്റിപ്പോയി, അവര് നമ്മളെ ചതിക്കുകയായിരുന്നു, അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി? പിന്നെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് അതിനെ റിയാക്ട് ചെയ്യാ സിറ്റുവേഷൻ? ഞാന് വിട്ടേരെ പോട്ടെ, ഞാൻ അങ്ങ് വെറുതെ എന്തിനാ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിണങ്ങിയിരിക്കുന്നേ, നമ്മൾ സംസാരിച്ച് കഴിഞ്ഞതല്ലേ, പോട്ടെ വിട്ടേരെ പോ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് തമാശയൊക്കെ പറഞ്ഞ് അങ്ങ് ആ സബ്ജക്റ്റിനെ അങ്ങ് മാറ്റും. ആ ഉള്ളിൽ കാണുവർക്ക് ആ വേദന അത് പോകത്തില്ല. അത് ഇത്ര ജന്മം കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നാലും അവള് എന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞല്ലോ, അങ്ങനെ അവള് ശരിയല്ല, അവള് വിശ്വസിക്കാൻ പാടില്ല, ചിലപ്പോൾ പറയുമായിരിക്കാം. ഞാൻ എന്റെ കാര്യമല്ലേ ശരിയല്ലേ പറയുന്നേ. ചിലപ്പോൾ അവർ അഭിനയിച്ച് നിൽക്കും, വീണ്ടും എവളുടെ കൂടെ നിന്നേ പറ്റുള്ളൂ, അങ്ങനെ നിൽക്കുന്നവർ കാണും. പക്ഷെ ഞാൻ എൻ്റെ വഴിയിൽ നിൽക്കത്തേ ഉള്ളൂ. അതുപോലെ ചിലർ പറയും അനു ഉണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം നടക്കുവാണെന്ന് വെച്ചു, ആ പ്രശ്നത്തെ അനു ഉണ്ടെങ്കിൽ ആ പ്രശ്നം പെട്ടെന്ന് അവിടെ ഇല്ലാണ്ടാക്കി കളയും എന്ന്. ഐ മീൻ അനു അത് പെട്ടെന്ന് സോൾവ് ആക്കും അല്ലെ? അനു അപ്പൊ ഇനിഷ്യേറ്റീവ് എടുക്കും. ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം എക്സാമ്പിൾ പറയാം, ഒരു അമ്മയും മകനും പിണങ്ങിയിരിക്കുക വർഷങ്ങളായിട്ട് നടന്ന സംഭവമാണ്. ഒരു 8-9 വർഷമായിട്ട് ഒരു അമ്മയും മകനും പിണക്കത്തില്ല. അപ്പൊ ഞാൻ ആ വീട്ടിൽ ചെന്നു, അവരെന്നെ ഭയങ്കര ഇഷ്ടപ്പെടുന്നവരാ ആ വീട്ടിലുള്ളവര്. ഞാൻ പെട്ടെന്നൊരു സർപ്രൈസ് ആയിട്ട് അമ്മയ്ക്ക് സർപ്രൈസ് കൊടുത്തതാ. ചെന്നപ്പോ ഈ മകൻ, ഈ അമ്മ, ആ വീട്ടിലൊരു 2 സഹോദരന്മാരുടെ അച്ഛയുണ്ട്. അപ്പൊ ഈ മകന്റെ അടുത്ത്, ഈ മൂത്ത മകന്റെ അടുത്ത് ഇവരാരും മിണ്ടുന്നില്ല, അച്ഛൻ മാത്രമേ മിണ്ടുന്നുള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത്? അപ്പൊ പറയും, ഒന്നുമില്ല ഇങ്ങനെയൊക്കെ, ഫുഡ് എടുത്തു വിടും, അങ്ങനെ ഇങ്ങനെയൊക്കെ. ഞാൻ ചോദിച്ചു, എന്താ അമ്മ മിണ്ടാത്തേ? അത് മോളെ നമ്മള് മിണ്ടത്തില്ല. എന്തു പറ്റി? അല്ലാതെ 9 വർഷമായിട്ട് അങ്ങനെ മിണ്ടൂല. 9 വർഷമായിട്ട് അമ്മ ഒരു മകൻ്റെ അടുത്ത് മിണ്ടില്ലെന്നോ? എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു, അത് ഇങ്ങനെ വാക്ക് തർക്കം അതാണ്. അമ്മ എന്താ? അപ്പൊ അവൻ പറഞ്ഞു, അവൻ മിണ്ടത്തില്ല, അവൻ ഇങ്ങനെ ജോലി തന്നെ കാശ് കൊണ്ടുവരും പോവും, അത്ര തന്നെ. ഫുഡൊക്കെ പുറത്തുനിന്നാണ് കഴിക്കുന്നത്, ഞാൻ മിണ്ടാറില്ല മോളെ. ഞാൻ നോക്കിയപ്പോ തെറ്റ് ആളുടെ ഭാഗത്ത് നോക്കി, തെറ്റ് അമ്മയുടെ ഭാഗത്തുണ്ട്, അവിടുത്തെ വീട്ടിൽ ഒരു മകന്റെ ഭാഗത്തുണ്ട്, ഇളയ മകൻ മിണ്ടുന്നുണ്ട് കേട്ടോ. ഈ പുള്ളിക്കാരൻ അവർക്ക് വേണ്ടി കഷ്ടപ്പെടുക, ജീവിക്കുക. അങ്ങനെ ഞാൻ ഇവരെ 3 പേര്, അച്ഛനെ വിളിച്ചില്ല, ഇവരെ 3 പേര്, 3 മകൻ, ഒരു 4 പേരെയും കൂടെ കാറിൽ കയറ്റി ഇരുത്തി 1 മണിക്കൂർ ഞാൻ സംസാരിച്ചു. 1 മണിക്കൂർ, അതെന്താ പറയില്ല. സംസാരിച്ചപ്പോ സത്യം പറഞ്ഞാൽ അവർ ഭയങ്കര കരച്ചിലായിരുന്നു. ഇപ്പോൾ അവരെപ്പോ വിളിച്ചാലും പറയാ, അതിന് ഒറ്റ ഒരാളാണ് നമ്മുടെ ജീവിതം മാറ്റിയെടുത്തത്. കാരണം 9 വർഷം, 9-12 ആണ് കേട്ടോ. 9 വർഷം ഞാൻ എൻ്റെ മകനായിട്ട് പിണങ്ങിയിരുന്നാണ്, ഞങ്ങളുടെ ഫാമിലിയായിട്ട്. അതിന് വന്നിട്ടാണ് ഇത് ശരിയാക്കിയെടുത്ത് സംസാരിച്ചതാണ്. പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ, ഒരു സംസാരിക്കത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അത് ഞാൻ വേണ്ടി വന്നു. അതുപോലെ കുറെ പേരുടെയൊക്കെ പ്രശ്നങ്ങൾ ഞാൻ സ്വന്തമാക്കിയിട്ടുണ്ട്. എനിക്കിഷ്ടമാണ് അങ്ങനെയൊക്കെ. ഇപ്പൊ ഭാര്യയും ഭർത്താവൊക്കെ ആയിട്ടൊക്കെ പിണങ്ങിയിരിക്കുമ്പോ ഞാൻ പോയി കോംപ്രമൈസ് ചെയ്യാറുണ്ട്, പിന്നെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പൊ എൻ്റെ അച്ഛനും അമ്മയും എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഭയങ്കര രസമാണ്. എനിക്ക് അവരെ പോലത്തെ ഒരു ലൈഫ് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഭയങ്കര സ്നേഹമാണ്. എപ്പോഴെങ്കിലും അപ്പൊ തന്നെ മിണ്ടും. അതെ, ഞാനിപ്പോ വരാമേ, ചിലപ്പോൾ 2 ഉണക്കം ഉണ്ടാക്കിയിട്ടിരിക്കും, ഇപ്പൊ വരാട്ടാ എന്നൊക്കെ പറഞ്ഞു പോവും. അപ്പൊ അങ്ങനെ ഞാൻ അവരെ പിണക്കം മാറ്റിയിട്ടില്ല ഇതുവരെ. അവർ മാറ്റുമെന്ന് എനിക്കറിയാം. വേറെ ചേച്ചിയും ചേട്ടനും പിണങ്ങിയില്ലെങ്കിൽ ചെയ്യണമെങ്കിൽ എന്താ വെച്ചാൽ മിണ്ടാതിരിക്കുന്നത്, മിണ്ടങ്ങോട്ട് അങ്ങനെയൊക്കെ തള്ളി വിടും, അങ്ങനെയൊക്കെ പറയും. വേറെ പുറത്തുള്ള എൻ്റെ ഫ്രണ്ട്സിന്റെ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ചേട്ടനെ വിളിച്ചിട്ട്, അതെ കുറച്ച് നേരമായിട്ട് ചേട്ടനെ പറ്റി ഭയങ്കരമായിട്ട് പൊക്കി പറയണേ, എൻ്റെ പൊന്നു ചേട്ടാ നിങ്ങൾ ഭാഗ്യമുണ്ട് ഇങ്ങനത്തെ പെണ്ണെ കിട്ടും, ചുമ്മാ പറയുന്നതാ. അപ്പൊ അവൾക്ക് ഭയങ്കര സന്തോഷം തോന്നും. വിളിക്കും നേരെ, നീ ഇറങ്ങാറായില്ലേ, വരാറായില്ലേ, അത്രേ ഉള്ളൂ, തീർന്നു. അങ്ങനെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം അതൊക്കെ. ചില ആൾക്കാർ ഭയങ്കര ടോക്സിക് ആയിരിക്കും, ഭയങ്കര നെഗറ്റീവായിട്ട് ഇങ്ങനെ തിങ്ക് ചെയ്യുക, നെഗറ്റിവിറ്റി. ചില ആൾക്കാരുണ്ടല്ലോ എല്ലാത്തിനും ഇങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ള രീതിയിൽ. അപ്പൊ അനുവിന് അങ്ങനത്തെ തരത്തിലുള്ള ആൾക്കാരുടെ
ഒരു ഗ്രൂപ്പില് കുറച്ച് പേര് അങ്ങനെ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെ അപ്പൊ അനു ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാ? നിങ്ങൾ എന്തിനാ ചുമ്മാ നെഗറ്റീവ് പറയുന്ന പിള്ളേരെ എന്ന് പറഞ്ഞിട്ട് തുടങ്ങും. അങ്ങനെ ചോദിക്കുമോ? എവിടെ നോക്കിയാലും നെഗറ്റീവ്, അവിടെ എന്തോ നീ പിള്ളേര് കാണിക്കുന്നത് അങ്ങനെ ചോദിക്കൂ. അതിന്റെ പരിചയമില്ലാത്ത ആൾക്കാരാണെങ്കിലും ഇല്ല ഇല്ല, അവിടെ പോയിട്ട് ചോദിക്കും, നിങ്ങൾ എന്തോ നെഗറ്റീവ് ഇരുന്ന് പറയുന്നു ചോദിക്കും. ഞാൻ ചോദിക്കും ചേച്ചി. ആണോ? അപ്പൊ അവരെങ്ങനെ എന്തെങ്കിലും അവര് പറയും നീ പോയി നിന്റെ കാര്യം നോക്ക്. നീ നിന്റെ കാര്യം നോക്ക്. അപ്പം ചിലപ്പോ നമ്മൾ എല്ലാ കാര്യത്തിലും പോയി ഇടപെടാൻ പാടില്ലല്ലോ. നമുക്ക് ഇപ്പൊ നമ്മള് ഇടപെടേണ്ട കാര്യത്തിലാണെങ്കിൽ മാത്രമേ ചോദിക്കുള്ളൂ. ചുമ്മാ ആൾക്കാരെ അടിക്കും, നീ ആരുടെ ഇത് ചോദിക്കാനായിട്ട് എന്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കും. അതുകൊള്ള നമ്മൾ ഇവിടുന്ന് പലതും പറയും, നിന്റെ സ്ഥലത്തിരുന്നല്ലോ, നിന്റെ വീട്ടിൽ ഇരുന്നാണോ സംസാരിച്ചത് എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നീ ആരുടെ എന്ന് ചോദിച്ചാൽ മതി, നീ ആരാ എന്ന് ചോദിച്ചാൽ മതി, അവിടെ തീർന്നു. അങ്ങനെ പറയത്തില്ല. അല്ലാതെ നമ്മളൊരു അനുവിനൊരു വോയിസ് ഉണ്ടെന്ന് തോന്നുന്ന സ്ഥലത്താണ് വോയിസ്, അവിടെ വോയിസ് എനിക്ക് ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ, അവിടെ നെഗറ്റീവ് ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ എന്ത് നെഗറ്റീവാ, അയ്യോ ഇവിടുന്ന് എങ്ങനെയെങ്കിലും പോയാൽ മതി, അങ്ങനെ പറയും. ചിരിച്ചേ പറയുള്ളൂ. കുറ്റം എന്ന് പറയുകയാണെങ്കിൽ ഒരു പാവപ്പെട്ട ഒരാളെ പറ്റി ഭയങ്കര മോശം പറഞ്ഞേ, ആ പറഞ്ഞത് ശരിയല്ല, അയാൾ പാവമാണേ എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയും. ഓക്കെ. ഇനി സ്റ്റാർ മാജിക് എന്ന് പറയുന്ന പ്രോഗ്രാമിന് മുമ്പ് അനു പലത് ചെയ്തിട്ടുണ്ട്, പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അനു ഇന്നത്തെ അനുമോൾക്ക് ഇങ്ങനെ ലോകം മുഴുവൻ എല്ലാരും ഇഷ്ടപ്പെടുന്ന കൊഞ്ചിപ്പിക്കുന്ന അങ്ങനത്തെ ഒരു ലെവലിലേക്ക് അനു വന്നത് ശരിക്കും ഈ ഫീൽഡ് വരുന്നതിന് മുന്നേ എന്നെ കൊഞ്ചിക്കുമായിരുന്നു. അത് റിലേറ്റീവ്സ് അങ്ങനെ പുറത്തുള്ളവര്, ബന്ധുക്കള് അങ്ങനെയുള്ളവരൊക്കെ. ഇന്നിപ്പോ തന്നെ നമ്മൾ മുമ്പേ കണ്ടില്ലേ, കൊല്ലത്ത് 4 ചേച്ചി വിളിച്ചു. സന്തോഷം. ആ ചേച്ചിക്കൊക്കെ കണ്ട ഉമ്മ തരും, ആ ചേച്ചിക്കൊക്കെ അത്ര ഇഷ്ടമാണ്. ചുമ്മാ തരും. ഇനാഘോഷത്തിനൊക്കെ പോകുമ്പോ അമ്മമാര്, ഈ അമ്മമാരെന്നൊക്കെ ഒരു ഉമ്മ കിട്ടുമ്പോ ഉണ്ടല്ലോ ഭയങ്കര സന്തോഷമാണ്. എന്താന്ന് പറയാ, കണ്ണ് നിറഞ്ഞ് കരഞ്ഞു പോകും, ഭയങ്കരമായിട്ട് കരഞ്ഞു പോകും. അങ്ങനെ എത്ര സ്റ്റേജ് ഞാൻ മെഴുകിയെടുത്തെന്നറിയാമോ, ഭയങ്കര കരഞ്ഞിട്ടുണ്ട്. എനിക്ക് അത് കരഞ്ഞു പോകും ചേച്ചി. അത് ഏതൊരു മനുഷ്യ സ്ത്രീ ആണെങ്കിലും കരഞ്ഞു പോകും. നമുക്ക് ഒരാളുടെ ചില ആൾക്കാർ ചിലപ്പോ റിയാക്ട് ചെയ്യുന്ന എങ്ങനെയെന്ന് അറിയില്ല, പക്ഷെ ഞാൻ കരയും. സ്നേഹം കൊണ്ട് നമ്മളെ വീർപ്പ്, സ്നേഹം കൊണ്ട് നമുക്ക് സ്നേഹം തരുമ്പോഴല്ലേ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നത്. ഒരു മനുഷ്യന് നമുക്ക് എന്ത് കിട്ടിയാലും, നമുക്ക് ഇപ്പൊ എത്ര കാശ് നോക്കിയെന്ന് പറഞ്ഞാലും എന്താ കാര്യം, നമുക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചാൽ കുറച്ചു സമയം കഴിയുമ്പോൾ ആ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് പോലും നമ്മൾ വായി കാണത്തില്ല. വയറ് നിറഞ്ഞ് ദാ കിടക്കുന്നു ഉറക്കം. പക്ഷെ സ്നേഹമാണെങ്കിലോ, സമാധാനം സന്തോഷമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയണ്ടേ, സ്വർഗം കിട്ടിയതുപോലെയാ. നമ്മളെ സ്നേഹിക്കാൻ ഒരു 10 പേരുണ്ടെങ്കിലേ അത് ഭയങ്കര വലിയ കാര്യമാണ്. ഇപ്പൊ ദ്രോഹിക്കാനും നമ്മളെ മോശം പറയാനും ആൾക്കാർ കാണും, നമ്മൾ ചിന്തിക്കരുത്. 10 പേര് നമ്മളെ സ്നേഹിക്കാനില്ലേ, നമ്മളെ കൂടെ എല്ലാ കാര്യത്തിലും ഇല്ലേ, അത് മാത്രം ചിന്തിക്കുക. ഇപ്പൊ ഞാൻ ചോദിക്കാൻ വന്ന സ്റ്റാർ മാജിക്കില് ഇത്രയും സ്നേഹമൊക്കെ കിട്ടിയില്ലേ, ആ ഫെയിമും കിട്ടി. ആ ഒരു ഫെയിം കിട്ടിയതോടൊപ്പം തന്നെ അനുവിന് ലഭിച്ച ഒന്നാണ് പണം. പിന്നെ ഉറപ്പല്ലേ ചേച്ചി, ശരിക്കും പണം എന്ന് പറയുന്നത് എനിക്ക് പ്രേക്ഷകർ തന്നതാ. ഉറപ്പാ, ഈ പ്രേക്ഷകരാണ് ഇത്രയും കാശ് ഉണ്ടാക്കാൻ കാരണം. അല്ലാതെ ഞാൻ ചുമ്മാ എല്ലാരും പറയുന്നുണ്ട് സ്വന്തമായിട്ട് വഴിവെട്ടി വന്നവളാണ് ഞാൻ, വഴിവെട്ടി വന്നവനാണ് ഞാൻ എന്നൊക്കെ. അതൊക്കെ വെറുതെയാ. വഴിവെട്ടി തന്നത് കൊണ്ടാണ് നമ്മൾ പോയത്. ഏതൊരു വ്യക്തിയും, ചേച്ചി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ വഴിവെട്ടി തന്നുകൊണ്ടാണോ, അല്ലെങ്കിൽ എനിക്കിവിടെ ഒരു ജോലി തരണം, ഞാൻ ഇവിടെ ഇന്റർവ്യൂ ചെയ്യാം എന്ന് പറഞ്ഞ ചേച്ചിക്ക് ജോലി തരുമോ? ഇല്ല. എനിക്ക് വഴി വെട്ടി തന്ന കുറച്ച് നല്ല മനുഷ്യരുണ്ട്, ആ മനുഷ്യര് വഴി വെട്ടി തന്നുകൊണ്ടാണ് ഞാൻ കയറിപ്പോയത്. അല്ലാതെ ചുമ്മാ ഇപ്പൊ ഇത്രയും ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് നല്ലൊരു വഴി വെട്ടി തന്നു ഈ ഡയറക്ടർ ആണെങ്കിലും കൂടെയുള്ള ക്രൂ ആണെങ്കിലും എല്ലാവരും കയറിപ്പോയി സപ്പോർട്ട് കിട്ടി. ആ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ്, ഇപ്പൊ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കയറി പോകുന്നത്, ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. അപ്പൊ എന്റെ ഇപ്പൊ അച്ഛനമ്മയെ വിളിച്ചിട്ട് പറയാണ്, നീ ഇന്റർവ്യൂ കൊടുക്കണം മോളെ, അവിടെ പോയി സംസാരിക്കില്ലേ, ഒന്നും പറയില്ലേ, അങ്ങനെയൊന്നും പറയില്ല. ഇന്റർവ്യൂ ശരി മക്കളെ പോയി നന്നായിട്ട് ചെയ്യും, അത്രയും മതി എനിക്ക്. നമ്മളെന്തിനാ ആരെ പേടിക്കണം? അപ്പൊ ഈ പണം അനുവിന് ശരിക്കും ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടു തന്നിട്ടുണ്ട്, സൗഭാഗ്യങ്ങൾ. ഉറപ്പായിട്ടും. ഞാന് കുഞ്ഞിലെ ഈ കുഞ്ഞു മക്കളില് 3 വയസ്സ് 4 വയസ്സായ പിള്ളേര് ഞങ്ങളുടെ വീടിന് ചുറ്റുമൊക്കെ ഉണ്ട്. ഈ പിള്ളേരെ വിളിച്ചോണ്ട് വന്നിട്ട് ABCD പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് കുട്ടികൾക്കൊക്കെ. അപ്പൊ എനിക്ക് 50-100 അന്ന് തരുമായിരുന്നു. ഞാൻ അന്ന് എനിക്കന്ന് 13 വയസ്സായിരുന്നു. അപ്പൊ ഈ മക്കൾ, അപ്പൊ എന്റെ ചേച്ചി വലിയ മക്കളെ പഠിപ്പിക്കുക 10 പേരെ, ഞാൻ 5 പിള്ളേരെയും പഠിപ്പിക്കും. അപ്പൊ ഈ 50-100 കിട്ടുമ്പോ എനിക്കിത് മാസത്തില് ഈ ഒരു 500 രൂപ കിട്ടുമ്പോ ഈ കാശ് ഞാൻ കൂട്ടി വെക്കും. എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നറിയാമോ, എനിക്കുള്ള യൂണിഫോം, എൻ്റെ ബുക്ക്, ബാഗ്, ഞാൻ എൻ്റെ അച്ഛനെ ഇതുവരെ കഷ്ടപ്പെടുത്തിയിട്ടില്ല. സീരിയസ് ആയിട്ടും
ഇതുവരെ ഞാൻ അച്ഛനെ കഷ്ടപ്പെടുത്തിയിട്ടില്ല. അച്ഛാ അത് വേണം, എനിക്ക് ഇത് വേണം, ഈ ഡ്രസ്സ് വേണം, അത് വേണം. ഇതുവരെ ഞാൻ എൻ്റെ ചേച്ചിയും ഞാനും ചെയ്തിട്ടില്ല. ഞങ്ങൾ കഷ്ടപ്പെട്ട് ഞങ്ങൾ ഇതുപോലുള്ള കാശൊക്കെ ഈ ക്രിസ്മസിനും ഓണത്തിനും വിഷുവിനും ഒക്കെ കിട്ടുന്ന പൈസ കൂട്ടി വെക്കും, കളയത്തില്ല. ചോക്ലേറ്റ് വാങ്ങിച്ചോ, ഐസ്ക്രീം വാങ്ങിച്ചോ, ഫുഡ് വാങ്ങിച്ചതല്ല, വാങ്ങിച്ചു ഞങ്ങളുടെ സാധനങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞങ്ങൾ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട് നടക്കുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ 13 വയസ്സിൽ അങ്ങനെ തുടങ്ങി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെയും കുഞ്ഞുമക്കളെ പഠിപ്പിച്ച് അങ്ങനെ കിട്ടുമായിരുന്നു 50, 100, 150 അങ്ങനെ. അതെല്ലാം സേവ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ യൂണിഫോം എല്ലാം മേടിച്ചത്. പിന്നെ അച്ഛനമ്മയ്ക്ക് തരും, അങ്ങനെയൊക്കെ തന്നെയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു ഫീൽഡ് വരുന്നത് 18 വയസ്സിലാണ്. അന്ന് എനിക്ക് കിട്ടുന്നത് 1000 രൂപ ചേച്ചി. അന്ന് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അയ്യോ കുറച്ച് സമയം അഭിനയിച്ചപ്പോൾ 1000 രൂപയോ, എൻ്റെ അമ്മ ഒരു മാസം ഇരുന്ന് കിട്ടിയപ്പോൾ എനിക്ക് ഇത്ര 1000, അടിപൊളി, നല്ല ഫീൽഡ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിന് വേണ്ടി കുറേ പ്രയത്നിച്ചു. അഭിനയം എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫീൽഡും കൂടി ആയപ്പോൾ അഭിനയിക്കണം, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം, പൈസ ഇതുപോലെ കിട്ടുമല്ലേ. അങ്ങനെ 1000, 1500, 2000 അങ്ങനെ ഓരോ പൂജ്യത്തിൻ്റെ അളവ് കൂടി കൂടി വന്നു. ഇപ്പം എനിക്ക് എന്തും മേടിക്കാം, എനിക്കത് വേണമെങ്കിൽ എനിക്ക് ആഗ്രഹിച്ചു മേടിക്കാൻ ചേച്ചി. എൻ്റെ അച്ഛന് ഇത് വേണം, എൻ്റെ അച്ഛൻ എന്തെങ്കിലും പറയത്തില്ല അച്ഛനും അമ്മയൊന്നും, പക്ഷെ ഞാൻ അവർക്ക് വാങ്ങിച്ചു കൊടുക്കും. സന്തോഷം പുറത്ത് കാണിക്കത്തില്ല, പക്ഷെ എനിക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. എനിക്കത് കാണാൻ പറ്റും. നമ്മുടെ അച്ഛനും അമ്മയ്ക്കും നമ്മളെ കാശ് കൊടുത്ത് വാങ്ങിച്ചു കൊടുക്കുന്നതാണ് നമ്മളെ ഏറ്റവും സന്തോഷം. ഇപ്പൊ എൻ്റെ ചേച്ചിക്ക് ഗവൺമെന്റ് ജോലിയുണ്ട്. അവള് കഷ്ടപ്പെട്ട് വാങ്ങിച്ച ജോലിയാണ്. ഭയങ്കരമായിട്ട് ഞാൻ കളിയാക്കിയിട്ടുണ്ട്. കടല് പോലെ കിടക്കുന്ന ഒന്നാണ് PSC ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പോൾ നിനക്ക് കിട്ടത്തില്ല മോളെ, ഭയങ്കര പാടാണ് മോളെ. അപ്പോൾ ഇല്ലടി ഞാൻ മേടിക്കും, നീ നോക്കിക്കോ, ഞാൻ മേടിക്കും, നീ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഭാഷ കൂട്ടി കൊടുക്കും. കിട്ടൂല, ഇങ്ങനെയൊന്നും പഠിച്ച് കിട്ടൂല എന്നൊക്കെ പറയും. ഉറക്കൊഴിഞ്ഞ് പഠിച്ചോള്, കിട്ടി, ഗവൺമെന്റ് ജോലി കിട്ടി, അവൾക്കത് വേണമെന്ന് തോന്നി, കിട്ടി. അപ്പോൾ ഞാനും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം 4-5 സീരിയൽസ് ചെയ്തിട്ടുണ്ട് ഞാൻ, അറിയോ. ഒരു ലൊക്കേഷനിൽ ഞാൻ കള്ളം പറയും വയറുവേദനയാണ്, അപ്പുറത്തെ ലൊക്കേഷനിൽ പോകും. അവിടെ പറയും കൊറോണയാന്ന്, അപ്പുറത്തെ ലൊക്കേഷനിൽ പോകും. അങ്ങനെ കാശുണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. സ്റ്റാർ മാജിക്കിൻ്റെ ഷൂട്ട് കഴിഞ്ഞ് ഇങ്ങോട്ടൊരു പറയായിരുന്നു, സ്റ്റാർ മാജിക്കിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് 10-12 മണിക്ക് ഷൂട്ട് കഴിയും. അവിടുത്തെ ലൊക്കേഷനിൽ സ്റ്റുഡിയോയിൽ നിന്ന് കുളിച്ച് ഫ്രഷ് ആവും, റെഡി ആവും, വണ്ടി കയറും. നേരെ വീട്ടിൽ പോകാൻ സമയം കിട്ടത്തില്ല, നേരെ പോകുന്ന ലൊക്കേഷനിലായിരിക്കും. ലൊക്കേഷനിൽ പോകുമ്പോൾ ഒരു മനുഷ്യർ കാണത്തില്ല, വീട് നോക്കുന്ന മാമൻ. അപ്പോൾ അവർ ഡോർ തുറന്നു തരും, ഞാൻ പോയി കുളിച്ച് ഫ്രഷ് ആവും, മേക്കപ്പ് ഇട്ടിട്ട് കിടന്നു ഉറങ്ങും. എല്ലാ ആർട്ടിസ്റ്റിലും വരും, അഭിനയിക്കും. പെട്ടെന്ന് വൈകുന്നേരം ബാഗും പറക്കിക്കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ പോവും, ട്രെയിൻ കയറും, കൊച്ചിയിൽ പോവും, വരും പോവും. അങ്ങനെ ഓടി നടന്ന് കാശുണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. അതുകൊണ്ട് ഞാൻ ഇപ്പം ഇവിടെ ഇരിക്കുന്നു. എനിക്ക് ഇഷ്ടമുള്ളത് മേടിക്കാം, ഇഷ്ടമുള്ളത് വാങ്ങിച്ച് കഴിക്കാം, എങ്ങനെ വേണമെങ്കിലും. എനിക്ക് എൻ്റെ ഫാമിലി നന്നായിട്ട് നോക്കുന്നുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം. അച്ഛനമ്മയെ നന്നായിട്ട് നോക്കുക, അവരെ വിഷമിപ്പിക്കാൻ പാടില്ല. ഞാൻ കാരണം അവരെ വിഷമിക്കാൻ പാടില്ല, അത് മാത്രമേ. അപ്പൊ അച്ഛനും അമ്മയ്ക്കും തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ആഗ്രഹിച്ചതൊന്നും അച്ഛനും അമ്മയ്ക്കും വാങ്ങിച്ചു തരാൻ? നിങ്ങൾ അങ്ങനെയൊന്നും ആഗ്രഹിച്ചിട്ടില്ല? അച്ഛൻ്റെ അമ്മയുടെ ഒന്നും വാങ്ങിയിട്ടില്ല? പറഞ്ഞിട്ടില്ല. പറഞ്ഞാലും വാങ്ങിത്തരും. ഞങ്ങൾക്ക് അങ്ങനെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളൊന്നുമില്ല എൻ്റെ അച്ഛനും അമ്മയ്ക്കൊന്നും. പക്ഷേ ഇപ്പൊ ഞാൻ എൻ്റെ അച്ഛന് ജോലിയൊന്നുമില്ല, അമ്മയ്ക്കും അങ്ങനെ ജോലി കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഞങ്ങളെ വളർത്തിയതും ഞങ്ങളെ കഷ്ടപ്പെട്ടതും എൻ്റെ അച്ഛൻ എൻ്റെ വീട് വെച്ചതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എങ്ങനെയൊക്കെയാണെന്ന്. അപ്പം ആ കഷ്ടപ്പാട് ഞാൻ നന്നായിട്ട് കുഞ്ഞിലേ കണ്ട് വളർന്നതാണ്. അപ്പോഴൊക്കെ ഉള്ളൊരാഗ്രഹം, എൻ്റെ അച്ഛനെ കഷ്ടപ്പെട്ടാണല്ലോ എനിക്കിത് മേടിച്ചു തരണേ, അപ്പോൾ ഇനി ഞാൻ അച്ഛന് മേടിച്ചു കൊടുക്കണം. ആ ഒരു വിചാരം കൊണ്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. ഇപ്പൊ എൻ്റെ അച്ഛൻ ഇടുന്നത് എന്താണ്, എൻ്റെ അച്ഛനുള്ളതെല്ലാം ഞാൻ കൊടുക്കുന്നതാണ്. അപ്പൊ അച്ഛന് ഭയങ്കര സന്തോഷമല്ലേ അതൊക്കെ. അച്ഛന് ഭയങ്കര സന്തോഷം. ഇത് കാത്തു വാങ്ങിച്ചതാ, ഇത് കേൾക്കുമ്പോ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാ. അച്ഛനെക്കാളും സന്തോഷം എനിക്കാ. ഇപ്പൊ അമ്മയ്ക്ക് ഡയമണ്ടിന്റെ ഒരു കമ്മൽ ഞാൻ മേടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അമ്മയുടെ ചോദിക്കുക, അമ്മയുടെ ഫ്രണ്ട് ഇതിപ്പം മേടിച്ചതാണോ, കാത്തു എനിക്കത് മേടിച്ചതാ, അങ്ങനെ പറയുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ അമ്മ അവിടെ എന്ത് സന്തോഷിക്കുന്നുണ്ട് അല്ലേ. അമ്മയ്ക്ക് ഞാൻ അബുദാബിയിൽ ഞാൻ അമ്മയും കൊണ്ട് പോയി. ഞാൻ അമ്മയെ കൊണ്ട് ജ്വല്ലറി കയറിയപ്പോൾ ഞാൻ അമ്മയ്ക്ക് വള മേടിച്ചു കൊടുത്തു, ഡയമണ്ടിന്റെ കമ്മൽ മേടിച്ചു കൊടുത്തു, പിന്നെ റിങ് മേടിച്ചു കൊടുത്തു, മാല മാറ്റി മേടിച്ചു കൊടുത്തു. ഇതൊക്കെ അമ്മയ്ക്ക് വേണമെന്നൊന്നും പറയില്ല കേട്ടോ. ഇതുവരെ ഒന്നും വേണമെന്ന് പറഞ്ഞിട്ടില്ല. ഇതുവരെ എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും ഇത് വേണം, എന്നെ കല്യാണം കഴിച്ചുവിടാൻ ഭയങ്കര ആഗ്രഹമാണ്, അല്ല ഇത് വേണം അത് വേണം എന്നെ അവിടെ അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഒറ്റ ആഗ്രഹം പറഞ്ഞിട്ടുള്ളൂ എൻ്റെ അമ്മ,
എൻ്റെ കല്യാണം കാണണമെന്നും അമ്മയ്ക്ക് ഫ്ലൈറ്റിൽ കയറണമെന്നും അത് ഞാൻ ആഗ്രഹം സാധിച്ചു കൊടുത്തു. നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ കൊണ്ടുപോയി സ്ഥലങ്ങളെല്ലാം കാണിച്ചു കൊടുത്തു. ഭയങ്കര ഹാപ്പി ആയിരുന്നു അമ്മ. അതാണ് അത്രയും. അവരുടെ ആഗ്രഹം ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള എൻ്റെ കൂടെ യാത്ര ചെയ്യുക, എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, പിന്നെ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്ന കാണണം. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഇത്. അത് ഞാൻ സാധിച്ചു കൊടുക്കുന്നുണ്ട്. അവരുടെ വലിയ ആഗ്രഹം അനു പറഞ്ഞു അനുവിന്റെ കല്യാണം എന്ന് പറയുന്നത്. അതെന്താ അനു സാധിച്ചു കൊടുക്കാത്തെ? ചേച്ചി, കല്യാണം എന്നൊക്കെ പറയുന്നത് നിമിത്തമാണ്. അത് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ഒന്നാണോ? അല്ല. ദൈവം നമുക്ക് വിധിച്ചിട്ടുണ്ട് ഒന്ന്. അനുവിന്റെ കല്യാണം ഇന്ന സമയത്ത് ഈ സമയത്തൊക്കെയാണെന്നുള്ള ദൈവം വിധിച്ചു വെച്ചിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് പോയി ഒരു ചെക്കനെ കണ്ടുപിടിച്ചിട്ട് ആ ചെക്കൻ നമുക്ക് കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ പറ്റുമോ? പറ്റില്ല, ഒരിക്കലും പറ്റില്ല. അതൊക്കെ അതിന് സമയമുണ്ട് ദാസ. ഞാൻ വെയിറ്റ് ചെയ്യും. നമുക്ക് അതൊക്കെ ഒരു വഴി കൂടെ പോട്ടെ. നമുക്ക് വേറൊരു വഴി കൂടെ കുറേ കാര്യങ്ങൾ വരികയാണ്. സിനിമ ചെയ്യണം. സിനിമയാണ് ഏറ്റവും വലിയ ആഗ്രഹം, എന്റെ ആഗ്രഹം. അനുവിനപ്പം അറേഞ്ച്ഡ് മാരേജ് ആണോ അതോ ലവ് മാരേജ് ആണോ? എന്തായിരിക്കും? ഇപ്പൊ അങ്ങനെ ഒന്നുമില്ല ചേച്ചി. നല്ലൊരു മനുഷ്യനല്ല, നല്ലൊരു മനുഷ്യനായിരിക്കണം. ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷനിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു മനുഷ്യനായിരിക്കണം. അത്രേ ഉള്ളൂ. വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. അയാൾക്ക് അതുണ്ടോ ഇതുണ്ടോ അങ്ങനെയാണോ ഇങ്ങനെ നല്ല സ്വഭാവം, റിച്ച് ആവണം, അയാൾ കളറോ അല്ലെങ്കിൽ അയാളുടെ ബോഡി ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം, ജിമ്മായിരിക്കണം എന്നല്ല, ഹെൽത്ത് വന്നിട്ട് നോക്കുന്ന ആളായിരിക്കണം. അതെനിക്ക് നിർബന്ധമാണ്. പിന്നെ നന്നായിട്ട് എന്നെ മനസ്സിലാക്കുന്നതും പിന്നെ നല്ല സ്വഭാവം ഉണ്ടായിരിക്കണം. ചീറ്റ് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ കൂടെ നിൽക്കുക ലൈഫ് ലോങ്. ഞാൻ മരിക്കുന്നത് എൻ്റെ കൂടെ ഉണ്ടാവണം. എൻ്റെ അച്ഛനും അമ്മയാണോ എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ എനിക്ക് ജീവിക്കണം. അപ്പൊ അച്ഛനും അമ്മയും വേറെ ഇങ്ങനെ അറേഞ്ച് മാരേജ് ഒക്കെ മാട്രിമോണിയിൽ അവരെനിക്ക് വിട്ടു തന്നിരിക്കുക. അവർക്ക് ഇപ്പൊ ഞാൻ അമ്മ 3 വർഷമാണ് എൻ്റെ കൂടെ ഈ ഇൻഡസ്ട്രിയിൽ എൻ്റെ കൂടെ വന്നത്. പിന്നെ ഞാനായിരുന്നു ഒറ്റയ്ക്ക് പോകുന്നതും വരുന്നതൊക്കെ. അപ്പൊ അവർക്ക് എന്നെ ഒരു വിശ്വാസമുണ്ട്. ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ആലോചിച്ച് 1, 2, 3 തവണ ചിന്തിച്ചിട്ടേ ചെയ്യുള്ളൂ എന്ന്. അപ്പൊ ഒരാളെ ഞാൻ തിരഞ്ഞെടുത്താലും അവർക്കറിയാം നല്ലതോ ചീത്തയാണോ എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഇനിയിപ്പൊ അതും തെറ്റിപ്പോയാലും അത് വിധിയാണെന്ന് അവർ വിചാരിച്ചോളും. പിന്നെ അവർക്ക് ഒരാൾ വിധിച്ചിട്ടുണ്ടെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനൊരു സമയമുണ്ട്. വെയിറ്റ് ചെയ്യണം. നമുക്ക് എപ്പോഴെങ്കിലും വന്ന് പെട്ടെന്നായിരിക്കും, ഇപ്പൊ അടുത്ത മാസമായിരിക്കും ഒരു ആലോചന വരുന്നത്, പെട്ടെന്നായിരിക്കും കല്യാണം. ഇതൊന്നും നമ്മൾ വിചാരിച്ചു വരുന്നതല്ലല്ലോ. എല്ലാം അതിന്റെ വഴിയിൽ നമുക്ക് തലയിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് വിധിച്ചതേ നടക്കുള്ളൂ. അത് ഇനി ലവ് മാരേജ് ആണെങ്കിലും അറേഞ്ച്ഡ് ആണെങ്കിലും നമ്മൾ അതിന്റെ ഡെസ്റ്റിനി എന്ന് പറയും. അത് നമുക്ക് വിധിച്ചിരിക്കുന്നത് എന്താണോ അങ്ങനെ അത് സംഭവിക്കുള്ളൂ. അതൊക്കെ നമുക്ക് വിധിയാണ്. ഇനി എത്ര നമ്മള് ഞാൻ ഇനി എത്ര എന്നെ ഇപ്പൊ എല്ലാരും പൊക്കി നിർത്തിയാണെങ്കിലും ഒരു നിമിഷം മതി എന്നെ താഴെ ഇടാൻ വേണ്ടി. അതും വിധിയാണ്. അങ്ങനെ വരുള്ളൂ. എല്ലാം സഹിച്ചും ക്ഷമിച്ചും നിൽക്കുക. അതെ, ശരിക്കും എല്ലാം വിധി തന്നെയാണ്. നമുക്ക് അനുഭവിക്കാൻ യോഗമുണ്ടെങ്കിൽ അനുഭവിക്കും. നമുക്ക് എപ്പോഴും സന്തോഷം കിട്ടണമെന്നില്ല. എപ്പോഴും നമുക്ക് എപ്പോ വേണമെങ്കിൽ ദുഃഖം വരാം. നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും നമ്മുടെ ലൈഫിൽ വന്ന് ചേരുന്നത്. അതൊക്കെ നമ്മൾ സഹിച്ച് തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകണം. അതാണ് ഒരു മനുഷ്യന്റെ എന്താ പറയണ്ട, ഒരു മനുഷ്യന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനല്ലേ വേണ്ട. എന്ത് കാര്യം വന്നാലും ഞാൻ അത് സഹിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകും. ചെറുപ്പം മുതലേ ഇപ്പം അനു പറഞ്ഞു അച്ഛനെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല, അച്ഛനോട് ചോദിച്ചിട്ടില്ല, ഒന്ന് ഡിമാൻഡ് ചോദിക്കാറുണ്ട്. കുഞ്ഞിലേക്ക് ചോദിക്കും എന്ന് പറഞ്ഞാൽ അച്ഛൻ 100 വേണം 1000 വേണം അങ്ങനെ തന്നെയല്ലേ ചോദിക്കുന്നത്. അച്ഛന്റെ മേശപ്പുറത്തിരിക്കുന്ന ചില്ലറ പൈസയൊക്കെ ഞാൻ അടിച്ചു മാറ്റി കൊണ്ട് പോകാറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. അച്ഛനറിയാം എനിക്ക് വേണ്ടി ഇട്ടിരിക്കുന്നത് അച്ഛൻ. ഇപ്പോഴൊക്കെ അച്ഛൻ പറയുന്നത് എടി കള്ളി അത് നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാ, എനിക്കറിയാം നീ എടുത്തോണ്ട് പോകുന്നതൊക്കെ. പിന്നെ ഞാൻ എന്ത് പൊട്ടനാണോ, എന്റെ മേശപ്പുറത്ത് 1000 രൂപ അല്ല 1000 10 രൂപ കിടക്കുമ്പോ നീ എടുത്തോണ്ട് പോകുമ്പോ എനിക്ക് ാണ് എന്റെ വിചാരം. അച്ഛനറിയാതൊക്കെ. എനിക്കറിയാം എൻ്റെ അച്ഛനും അമ്മയും എന്നെ എങ്ങനെയാണ് വളർത്തിയത്. എല്ലാ അച്ഛനമ്മമാരും മക്കളെ വളർത്തുന്നത് ഭയങ്കര കഷ്ടപ്പെട്ടാ. അപ്പൊ ഞാനെന്നൊരു വ്യക്തി മനസ്സിലാക്കുന്നു. എൻ്റെ അച്ഛൻ രാവിലെ പോകുന്നു. എൻ്റെ അച്ഛൻ ബിസിനസ് ആയിരുന്നു കരിപ്പെട്ടിയുടെയൊക്കെ. അപ്പൊ അച്ഛൻ പോയി കഷ്ടപ്പെട്ടെടുത്തു, വേർത്ത് കുളിച്ചു വരുന്നു. പാവം, എന്ത് കഷ്ടമല്ലേ. അപ്പം അങ്ങനെയൊക്കെ ചിന്തിക്കും. മനസ്സിലായി. അപ്പൊ ചിന്തിക്കുമ്പോ എനിക്ക് ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യനെ ഇനി ജോലിക്ക് വിടാൻ പാടില്ല, ഇനി ഞാൻ ജോലി ചെയ്ത് കൊണ്ടു കൊടുക്കണം, ഒരാൺകുട്ടിയെ പോലെ ആയിരിക്കണം എന്നൊക്കെയാ. അപ്പൊ അന്ന് മുതലേ ഈ ആഗ്രഹം ഉള്ളിൽ കിടക്കുക. അതുകൊണ്ടാണ് ചേച്ചി പിള്ളേരെയൊക്കെ പഠിപ്പിക്കുമ്പോൾ ഞാൻ കുഞ്ഞു മക്കളെയൊക്കെ വിളിച്ചിരുത്തി അങ്ങനെയൊക്കെ ചെയ്യുന്നതും. പിന്നെ സ്വന്തമായിട്ട് ഡ്രസ്സ് പോലും ഞാൻ സ്വന്തമായിട്ട് ഞാൻ വാങ്ങത്തില്ലായിരുന്നു കടയിൽ പോയി. ഈ ഇൻഡസ്ട്രിയിൽ വന്ന സമയത്ത് ഈ ഡയറക്ടറും ക്യാമറമാനും പറയും കളർഫുൾ ഡ്രസ്സ് വേണം, ഇന്ന ഡ്രസ്സ് വേണം, ആ ഡ്രസ്സ് വേണം, ഇത് വേണം.
ഇതൊക്കെ ഞങ്ങൾ കടയിൽ പോയി നോക്കുമ്പോൾ 1000, 1500 ആ ടൈമിൽ ഒരു 11 വർഷം മുന്നേ, പിന്നെ 800, ഇതൊക്കെ അവിടെ നിന്ന് കിട്ടുന്നത് 1000 ഒരു ദിവസത്തെ പൈസ. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കെ, 10 ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 10,000 രൂപ കിട്ടി കഴിഞ്ഞാൽ ഡ്രസ്സിന് അങ്ങ് പോകുന്നു. പിന്നെ സ്വന്തമായിട്ട് ഇരുന്ന് ഞാൻ യൂട്യൂബിൽ കയറി സ്റ്റിച്ചിങ് പഠിച്ചു, തുണിയെടുത്ത് അതുപോലെ സ്റ്റിച്ച് ചെയ്താണ് ഞാൻ സ്റ്റാർ മാജിക്കിലിട്ട് മിക്ക ഡ്രസ്സും ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടതാണ്. അത് അവിടെയുള്ള എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അറിയാം. ആണോ? ഞാൻ ഇടുന്ന ഡ്രസ്സെല്ലാം സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്തത്. അതിന് സന്തോഷമാണ് എനിക്കത്. കാരണം പൈസ വെറുതെ കളയാൻ വയ്യ എനിക്ക്. എന്തിനാ വെറുതെ ഡ്രസ്സ് കാശ് കൊടുത്ത് ഡ്രസ്സ് മേടിക്കുന്നത്, കളയുന്ന എന്തിനാ പൈസ കൊടുത്തിട്ട്? അപ്പം നമുക്ക് അതാണ് നമുക്ക് പറ്റാത്ത ഒന്നുമില്ല ചേച്ചി. സ്വന്തമായിട്ട് പല മോഡൽ, അപ്പം പല ആർട്ടിസ്റ്റുകളും എൻ്റെ ചോദിച്ചിട്ടുണ്ട് എനിക്കും കൂടെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരാമോ, പക്ഷെ എനിക്ക് പറ്റത്തില്ലത്. കാരണം എനിക്ക് എൻ്റെ അളവേ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു കറണ്ടിലെ മെഷീനൊക്കെ എൻ്റെ കൊച്ചിച്ചും ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നു, അതിലൊക്കെ പഠിക്കും. എനിക്ക് കറണ്ടിലെ മെഷീനും പറ്റും, മറ്റതും പറ്റും. ഇപ്പൊ തയ്ക്കുന്നില്ല കേട്ടോ, ഇപ്പൊ സ്റ്റിച്ച് നമുക്ക് കൊളാവ് തരാൻ ആൾക്കാരുണ്ടല്ലോ. എന്നാ ഇപ്പൊ ഞാൻ അങ്ങനെ ഇഷ്ടമാണ്, എനിക്ക് എല്ലാം ഇഷ്ടമാണ് പഠിക്കാൻ. അപ്പൊ ഈ കുഞ്ഞനുക്കുട്ടിയായിരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴും അച്ഛൻ്റെ അടുത്ത് ഒന്നും ഇത് അച്ഛനെല്ലാം വാങ്ങി കൊടുക്കണം എന്ന് ആഗ്രഹിച്ചു. പക്ഷെ കുഞ്ഞനുക്കുട്ടി ഏറ്റവും കൂടുതൽ സ്വപ്നം കണ്ടിരുന്നത് എന്തായിരുന്നു? ഒരു ആർട്ടിസ്റ്റ് ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ശരിക്കും ചെറുപ്പം മുതലേ നിന്റെ ആഗ്രഹം? മദർ പ്രോമിസ്. കാരണം എന്ന് വെച്ചാൽ അത് എന്റെ വീട്ടുകാർക്ക് അറിയാം. അച്ഛൻ പണ്ട് നാടകത്തിലുണ്ടായിരുന്നു പണ്ട്. അപ്പൊ അച്ഛൻ എപ്പോഴും എന്നെ കളിയാക്കുന്നുണ്ട്, എന്റെ കഴിവാ നിനക്ക് കിട്ടിയിരിക്കുന്നതെന്നൊക്കെ ചുമ്മാ കളിയാക്കുക. ഭയങ്കര ഇഷ്ടം അച്ഛന്. അപ്പം എൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ ഹസ്ബൻഡ് കുറച്ച് സിനിമയിലൊക്കെ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം ഞങ്ങളുടെ ആ ഫാമിലി തന്നെ ഒരു ഡയറക്ടറാണ് സജി സുരേന്ദ്രൻ, സംവിധായകൻ, ഹാപ്പി ഹസ്ബൻഡിന്റെ. അപ്പൊ പുള്ളിക്കാരൻ ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു സിനിമ ഡയറക്ടർ എന്നൊക്കെ നമുക്കത് ഭയങ്കര പ്രൗഡാണ്. നോക്കുമ്പോൾ ഞങ്ങൾ വെറുതെ പറയും എന്നെ ഒന്ന് സിനിമയിലൊക്കെ കേട്ടു എന്നൊക്കെ ഞങ്ങൾ വെറുതെ ചോദിക്കും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് നല്ല പെമ്പിള്ളേരുണ്ട്, സുന്ദരിമാര്, അവരൊക്കെ എടുക്കണ്ടേ. വെറുതെ അല്ല ഞാൻ ചോദിക്കുന്നത്, സീരിയസ് ആയിട്ടാ. അങ്ങനെ ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ടീച്ചേഴ്സൊക്കെ ചോദിക്കൂലേ നിങ്ങൾക്ക് വലുതാകുമ്പോൾ ആരാവണം മക്കളെ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? ടീച്ചർ ആവണം, നേഴ്സ് ആവണം, ഡോക്ടർ ആവണം, പോലീസ്. ഞാൻ അടുത്തിരിക്കുന്ന എൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് അറിയാമോ, എടി എനിക്ക് നടിയാവണം, എടി എനിക്ക് സിനിമ നടിയാവണം എന്നൊക്കെ. ഒന്നും മിണ്ടാതിരിക്കും, ചുമ്മാ ചിരിപ്പിക്കില്ല കേട്ടോ, നീ വേറെ എന്തെങ്കിലും പറഞ്ഞ്. ഇപ്പം പോലീസ് ആവാൻ പറ്റില്ല, നീ ഹൈറ്റ് കുറവ് അവിടെ ഇരുന്നോ എന്നൊക്കെ പറഞ്ഞ് കളിയൊക്കെ പറയുന്നുണ്ട്. ശരിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ആർട്ടിസ്റ്റ് ആവണമെന്ന്. ഞാൻ ചുമ്മാ മിററിൻ്റെ മുന്നിൽ കിടന്ന് ഞാൻ ഹലോ ഹായ് ഹിറ്റ്സിലേക്ക് സ്വാഗതം, ഇപ്പം ആരാണ് വിളിക്കുന്നത്? ഓ അമ്മു ആണോ, എന്തമ്മു വിശേഷം, വീട്ടിലാരൊക്കെ ഉണ്ട് എന്നൊക്കെ ചുമ്മാ കിടന്ന് കാണിക്കുമായിരുന്നു. പിന്നെ കുറച്ച് ഓർണമെന്റ്സ് ഒക്കെ എടുത്തിട്ടിട്ട് ഇങ്ങനെ കളിക്കും, ചുങ്ക ജ്വല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പരസ്യം വെറുതെ തമാശ കിടന്ന് ചുമ്മാ അഭിനയിക്കും. മിററിൻ്റെ മുന്നിൽ കിടന്ന് കരയും, ഇങ്ങനെ കാണിക്കുക, അങ്ങനെ ഇതൊക്കെ അച്ഛൻ പറയും നീ ഒരു നടിയാവും മക്കളെ, നീ ചുമ്മാ പറയുന്നതാ. അങ്ങനെ ഇരുന്ന് അങ്ങനെ നമ്മൾ അത് ആ ഉള്ളിൽ ആഗ്രഹം കൊണ്ട് നടന്ന് +2 കഴിഞ്ഞ് ഒരു 18 വയസ്സ് കോളേജിൽ ആയ സമയത്താണ് ദൈവം നമുക്ക് ആ ഒരു ഭാഗ്യം കൊണ്ടുവരുന്നത്. അതൊരു ഭാഗ്യാട്ടോ. ഇപ്പൊ ഞാൻ ഇരിക്കുന്നതും ഇപ്പോൾ ഈ ഫീൽഡിൽ ഉള്ളതൊക്കെ ഭാഗ്യം, അത്രേ ഉള്ളൂ. അപ്പൊ ഈ കുഞ്ഞിലെ ചാനലുകളിലേക്കൊക്കെ ആങ്കറിങ്ങിന് വേണ്ടിട്ടൊന്നും ഇല്ല, ഞാൻ അയച്ചിട്ടില്ലേ? ചേച്ചി ഞാൻ ഡാൻസോ പാട്ടോ പോലും ഞാൻ ഒരിടത്തും പോയി പെർഫോമൻസ് ചെയ്തിട്ടില്ല. സ്കൂളിൽ പഠിക്കുന്ന സമയത്തോ ഒന്നും ഇതുവരെ. ഞാൻ ബാക്ക് സപ്പോർട്ട് മാത്രം, പുറമെ നിന്ന് ഞാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യും, അടിപൊളി സൂപ്പർ എന്നൊക്കെ. ഇതുവരെ ഞാൻ സ്റ്റേജിൽ കയറി സ്കൂളിൽ പഠിക്കുമ്പോൾ തിരുവാതിര കളിച്ചിട്ടുണ്ട്, തെറ്റിച്ചിട്ടുണ്ട്, ഒപ്പന കളിച്ച് തെറ്റിച്ചിട്ടുണ്ട്. പക്ഷെ അല്ലാതെ എനിക്ക് ഭയങ്കര പേടിയൊക്കെയാണ് ഇതൊക്കെ. പക്ഷെ എന്നാലും ഇത്ര ആഗ്രഹം ഉള്ളതുകൊണ്ട് നമുക്ക് ചിലപ്പോ കാണാൻ അവസരങ്ങൾ പ്രതീക്ഷ ഇങ്ങനെ കിട്ടിയിട്ടില്ല. അയച്ചിട്ടുണ്ടോ? ഇല്ല, അയക്കാനും തോന്നിയിട്ടില്ല. നമുക്കതൊന്നും അറിയില്ലല്ലോ, നമുക്ക് അങ്ങനെയൊന്നും അയക്കണം ആരുമില്ല, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും ഇല്ലല്ലോ. അച്ഛൻ, അമ്മ, ചേച്ചി, ഞങ്ങൾ 4 പേരുള്ള ഒരു ഫാമിലി അല്ലേ, അത്രയാണ്. അല്ലാതെ വേറെ റിലേറ്റീവ് അങ്ങനെ നമ്മളെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാനൊന്നും ആ സമയത്തില്ല. ഹെൽപ്പ് ചെയ്യാൻ പിന്നെ വന്നത് നമ്മുടെ കുടുംബത്തിലൊരു നാഥൻ ആയിട്ട് വന്നത് എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡാ. ആ പുള്ളിയുടെ നന്ദി പറയണ്ടേ. പുള്ളിയാണ് എന്നെ ഈ ഫീൽഡിലോട്ട് കയറ്റി വിട്ടത്. ആണോ? അതുകൊണ്ട് ആ പുള്ളിയുടെ എനിക്ക് ഇപ്പോഴും നന്ദി മാത്രം. ചേട്ടന്റെ പേര് മഹേഷ്. ചേട്ടൻ്റെ ഫ്രണ്ടാണ് ശങ്കർലാൽ, ഡബിങ് ആർട്ടിസ്റ്റ് ശങ്കർലാൽ. ചേട്ടൻ്റെ ഫ്രണ്ടാ. ഒരു ദിവസം ഇങ്ങനെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ ചേട്ടൻ്റെ ബൈക്ക് കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ടൈമിൽ ചേട്ടൻ ഇങ്ങനെ വിളിച്ചിട്ട് സംസാരിക്കണം, ഇങ്ങനെയാണ് പെൺകുട്ടികൾ പുതിയ എനിക്ക് അറിഞ്ഞുകൂടാന്നൊക്കെ പറഞ്ഞു. ഈ ഫോൺ വെച്ചതിന് ശേഷം ചേച്ചി വെച്ച് ആരാ വിളിച്ചെന്ന്. ശങ്കർലാൽ. അതാരാ? അത് പരസ്പരം സീരിയലില് വിവേക് ഗോപന് സൗണ്ട് എടുക്കുന്ന ആളാന്ന് പറഞ്ഞു. അപ്പം ഞാൻ വണ്ടി ഒഴുകൊണ്ട് പെട്ടെന്ന് ശങ്കർലാൽ, അതാ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു ഇവർക്ക് എന്തെങ്കിലും ചാൻസ് വാങ്ങിച്ചു കൊടുക്കും എന്നൊക്കെ ചോദിച്ചപ്പോൾ
പുള്ളിക്കാരി പറഞ്ഞു അവൾക്ക് ഇഷ്ടമാണ് അഭിനയിക്കുക. ഇഷ്ടമാണ്. അയ്യോ പുതിയ കുട്ടികൾ നായികയായിട്ട് നോക്കുന്നുണ്ട്, പുതിയ കുട്ടികൾ ആരെയും കൊണ്ടുവന്ന് നോക്ക് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ പുള്ളിക്കാരനെ വിളിച്ച് പറഞ്ഞു ഫോട്ടോ, അന്ന് വാട്സപ്പ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ പറഞ്ഞു 11 വർഷം മുന്നേ. അപ്പോൾ പറഞ്ഞു ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു 2-3 ആഴ്ച എടുത്തു ഞങ്ങൾ എല്ലാവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കാനായിട്ട്. ഫോട്ടോ ഇനി കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് ആരും സമ്മതിച്ചില്ല. അത് ഇവളുടെ കയ്യിൽ കാശ് വന്നു കഴിഞ്ഞാൽ ഇവള് സ്വഭാവം മാറും, ഈ ഇൻഡസ്ട്രിയിൽ അത്ര ശരിയല്ല, മോശമാണ് എന്നൊക്കെ പറഞ്ഞ് റിലേറ്റീവ്സ് ഒക്കെ ഭയങ്കര നെഗറ്റീവ് പറഞ്ഞു. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സപ്പോർട്ട് കൊണ്ടുണ്ട് അവർ പറഞ്ഞു എൻ്റെ മകൾ അങ്ങനെയൊന്നും പോകത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിട്ടു. അങ്ങനെ സ്റ്റുഡിയോയിൽ പോയി കുറേ ഒരു 10-100 ഫോട്ടോസൊക്കെ എടുത്ത് ഈ ശങ്കർലാൽ ചേട്ടൻ്റെ കൊണ്ട് ചേച്ചിയും ചേട്ടനും വീട്ടിൽ കൊണ്ട് കൊടുത്തു. ഡയറക്ടറിന് അയച്ചു കൊടുത്തു. ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററിന് അയച്ചു കൊടുത്ത് അവർക്ക് ഇഷ്ടപ്പെട്ടു. നേരിൽ വന്ന് ക്യാമറ ടെസ്റ്റ് ചെയ്ത് നോക്കി. അങ്ങനെ കൊണ്ട് എന്തൊക്കെയോ അഭിനയിപ്പിച്ചു. പൊട്ടക്കണ്ണം വാങ്ങുന്നതിൽ എന്തൊക്കെയോ നടന്നു. എന്നിട്ട് പിന്നെ എന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. വിളിച്ചു, അഭിനയിച്ചു. ആദ്യം അഭിനയിക്കുന്ന സീരിയലാണ് അനിയത്തി. സുകേഷ് സാറും ഗണേഷ് ചോലിക്കര സാറാണ് അതിൻ്റെ റൈറ്റർ. ഇപ്പോഴും ഞാൻ അവരെവിടെയെങ്കിലും വെച്ച് കാണും, വിളിക്കാറുണ്ട്, മെസ്സേജൊക്കെ അയക്കും. എനിക്കിപ്പോഴും അവരാണ് എൻ്റെ ഫസ്റ്റ് ഡയറക്ടറും ഫസ്റ്റ് റൈറ്റർ. അവരാണ് എന്നെ ശരിക്കും ആ സീരിയലിൽ എനിക്കൊരു വേഷം തന്നത്. ഇപ്പോഴും എനിക്ക് അവരുടെ അടുത്ത് ഭയങ്കര നന്ദിയുണ്ട്. പിന്നെ ശങ്കർലാൽ ചേട്ടൻ, ഇവരാണ് എൻ്റെ ലൈഫിൽ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ്. ഒരിക്കലും ഞാൻ മറക്കത്തില്ല അവരെ. നിമിത്തങ്ങളാണ് ഇതെല്ലാം. നിമിത്തം, ഇതൊക്കെ ഒരു മനുഷ്യന്റെ നിമിത്തമാണ്. തലവര എന്നൊക്കെ പറയില്ലേ, അതിനും ഇങ്ങനെ വരണം, ഇങ്ങനെ ആയിത്തീരണം എന്നുള്ളത് തലവരെയാണ്. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം. നമ്മളെ ഈ ലോകത്ത് എത്രയോ ടാലന്റ് ഉള്ള പിള്ളേരുണ്ടെന്നറിയാമോ? എത്രയോ പിള്ളേര് മാത്രല്ല, മുതിർന്നവരും ഉണ്ട്. ഒരുപാട് പാട്ട് പാടാൻ, ഡാൻസ് കളിക്കാൻ, അഭിനയിക്കാൻ, എന്തിനും ഏതിനും. പക്ഷെ എനിക്ക് അവിടുത്തെ നിങ്ങൾ പ്രയത്നിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ തലവര അതും കൂടെ ഉണ്ടാവണം. അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത്രേ ഉള്ളൂ. നന്നായിട്ട് പ്രാർത്ഥിക്കുക, ദൈവത്തിനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. അതേ നിങ്ങൾക്ക് എനിക്ക് പറയാനുള്ളൂ. അനു നല്ലൊരു തികഞ്ഞ വിശ്വാസിയല്ലേ? അപ്പൊ അനു അതിൽ ശരിക്കും വിശ്വസിക്കുന്നു. പിന്നെ ഉറപ്പായിട്ടും. ഇനി അടുത്ത് നമ്മളൊരു സെഗ്മെന്റിലേക്ക് പോവാണ്. ആ സെഗ്മെന്റ് നമ്മൾ സ്കൂളിലേക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് കുറെ നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ, അതേപോലെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ കുറച്ച് ചോദ്യങ്ങളാണ്. ബാക്കി ഞാൻ പറയില്ല, എനിക്കും ഇത് ബാക്കി കാര്യങ്ങള് അനുകുട്ടി തന്നെ അത് ഫിൽ ചെയ്യണം. ഓക്കെ, മര്യാദയ്ക്ക് എന്റെ കാര്യം മാത്രം നോക്കി പോകുന്ന എന്നെ ഇങ്ങോട്ട് കേറി ചൊറിയാൻ വന്നാൽ ഞാൻ കേറി മാന്തും. ചൊറിയാൻ വന്നാൽ മാന്തിക്കളി, അത് ഉറപ്പായിട്ടും. ഓക്കെ, എന്നെ പറ്റിച്ച് എവിടെയെങ്കിലും വിജയിക്കണമെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ അതൊരിക്കലും നടക്കില്ല. അവിടെ ഞാനേ ജയിക്കുള്ളൂ. പിന്നെ അല്ല, എനിക്ക് വിജയിച്ചേ പറ്റൂ. കാരണം എനിക്ക് വിജയിച്ചേ പറ്റൂ, അതെന്റെ അവകാശമാണ്. ഓക്കെ, എന്നെ ഒറ്റ കൊടുക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. കൊന്നളയും എന്നെ ഒറ്റ കൊടുത്തു കഴിഞ്ഞാൽ. എന്റെ സ്വഭാവം അറിയത്തില്ല. നിങ്ങൾക്കുള്ള പണി ഞാൻ തരും. ചിരിച്ചോണ്ടേ പറയുള്ളൂ. അല്ലാതെ മറ്റേത് പറഞ്ഞു എന്നെ ഒറ്റ കൊടുത്തണ്ടല്ല, അതിനുള്ള പണി ഞാൻ തന്നോളാം. ചിരിച്ച് കഴുത്തിറക്കാന്ന് പറയില്ലേ, അതാണ് അത്. എന്റെ കേട്ടോ ഞാൻ പറയണേ. ഓക്കെ, എന്നെ തിരുത്താൻ ശ്രമിച്ചിട്ട് കാര്യമില്ല, കാരണം ഞാൻ നന്നാവില്ല. ഓക്കെ, ലാസ്റ്റ് വൺ. എന്റെ ഏറ്റവും വലിയ വീക്ക്നെസ് സ്നേഹം. ഇങ്ങനെയൊക്കെ അനു സംസാരിക്കുന്ന കാണും. വഴി കെട്ടി അനു ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നതാണോ? അല്ല, തന്നോണ്ട് അനു അങ്ങ് മുന്നോട്ട് പോകുന്നു അല്ലേ? പക്ഷെ പോണ വഴിക്ക് ആരെങ്കിലും പലരും പല പല ഓഫേഴ്സും കാര്യങ്ങളായിട്ടൊക്കെ വരുമ്പോ പിന്നെ നോ ഒന്നും പറയത്തില്ല. നമ്മൾ നമ്മുടെ വഴി തന്നെ പോയാൽ മതി. അല്ല, എന്തെങ്കിലും ഓഫേഴ്സ് വന്നു കഴിഞ്ഞാൽ നോ പറയേണ്ട സിറ്റുവേഷൻ വന്നാൽ അവിടെ നോ. ഞാൻ നോ പറയും. നോ പറയേണ്ട അടുത്ത് നോ പറയും, യെസ് പറയേണ്ട അടുത്ത് യെസ് പറയും. അത്രയും ബോൾഡാണ്. എല്ലാവർക്കും എന്നെ പേടിയാണ്. അല്ല, സീരിയസ് ആയിട്ട്. പക്ഷെ അപ്പൂസിനെ പേടിയാ. ചേച്ചി ഒരു ഇന്റർവ്യൂ ഒരു ഇന്റർവ്യൂ ചെയ്തു. ഞാൻ പറഞ്ഞു ഇപ്പൊ പറ്റൂലടാ, ഞാൻ ടൈപ്പിംഗ് മെസ്സേജാ. പക്ഷെ അവന്റെ എങ്ങനെ എടുക്കണം എനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ തരത്തില്ല. ഞാൻ കഴിഞ്ഞ വർഷം ഇനി തരൂല, അടുത്ത വർഷം തരാം, കുറച്ചാൾ കഴിഞ്ഞ് തരാം. ചേച്ചി പ്ലീസ്, ചേച്ചി പ്ലീസ്. ചേച്ചി ഭയങ്കര പാവത്തോടെ. എനിക്ക് മിക്ക ആൾക്കാർക്ക് മെസ്സേജ് അയക്കുന്നതും എന്നെ വിളിക്കുമ്പോൾ സംസാരിക്കുന്നതൊക്കെ ഒരു ഭയങ്കര, ഞാൻ ഇവരൊക്കെ എന്തിനാ എന്നിട്ട് ഇങ്ങനെ പേടിച്ചൊക്കെ സംസാരിക്കുന്നത്, ഞാൻ അത്ര ഭയങ്കര സാധനമാണോ എന്നൊക്കെ തോന്നാറുണ്ട്. ചിലർക്ക് ഇഷ്ടമാണെന്ന് പോലും പറയാൻ പേടിയ ചേച്ചി. ആണോ?
എന്നെ ആരും എൻ്റെ അടുത്ത് ആരും ഒന്നും ഇങ്ങനെ ഇഷ്ടമൊന്നും പറയാറില്ല. അതുകൊണ്ട് എനിക്ക് നല്ലതാ, ഞാൻ പോണേട്ടാ. അത് അവരാണെങ്കിൽ എനിക്ക് നല്ലതാ. ചുമ്മാ തലവേദന എന്തിനാ എടുത്ത് തലയിൽ വെക്കുന്നത്? ഞാൻ ചിലപ്പോ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നോണ്ടായിരിക്കും ആരും വന്ന് പ്രൊപ്പോസ് ചെയ്യാത്തത്. പേടിച്ചിട്ടാ. പേടിച്ചിട്ടാ.